ഹായ് ഫ്രണ്ട്സ്, ചേട്ടക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു നൈറ്റ് ലാമ്പാണ്. നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ടെക് വീഡിയോസ്, റിവ്യൂസും ക്രാഫ്റ്റ് വർക്കും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഒട്ടും തന്നെ താമസിക്കേണ്ട, വീഡിയോയിൽ കിടന്നാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് ആവശ്യമാണ്. നമുക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ചുള്ള കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഫ്രെയിം ആക്കി എടുക്കണം. എന്നിട്ട് ഈ ഫ്രെയിമിലാണ് നമ്മളിപ്പോൾ ആ പേപ്പർ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് പശ തേച്ച് നല്ലോണം കൊടുക്കുക. നമ്മളിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ നല്ലോണം യൂസ് ചെയ്യുക. ഇതുപോലെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ബോണ്ട് പേപ്പറിൻ്റെ സൈസിലാണ് ഇത് ചെത്തി ഫ്രെയിം എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിലൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ലൈറ്റ് തെളിയുമ്പോൾ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മളിപ്പോൾ ആദ്യം പെൻ ഉപയോഗിച്ച് നല്ലൊരു ഡിസൈൻ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇതുപോലെ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ നമുക്കിനി പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് കട്ടിക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. അതിന് മുമ്പ് മേളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർമ്മിക്കുന്ന നൈറ്റ് ലാമ്പിൻ്റെ മേളിൽ വെക്കുന്നതുകൊണ്ട് ഒരു ഫ്രെയിമും കൂടെ വേണം. അതാണ് നമ്മളിപ്പോൾ നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലും അതേ ഡിസൈൻ തന്നെ നമ്മൾ വരച്ചെടുക്കുകയാണ്. ഇനി നമുക്കത് പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് ശരിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതുപോലെ നമ്മൾ ഫുള്ള് മാർക്ക് ചെയ്തെടുക്കണം. 4 വലിയ പീസും ഒരു മേളിൽ വെക്കാനുള്ള ഒരു ചെറിയ പീസുമാണ് നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ളത്. ഇനി അത് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ലോണം ഒട്ടിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഫെവിബോണ്ട്, ഫെവിക്വിക്ക് അതൊക്കെ യൂസ് ചെയ്യാം, ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ. നമ്മളിവിടെ ഇപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണാണ് നല്ലത്. പെട്ടെന്ന് ഒട്ടും, വെയിറ്റ് എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഒട്ടും. ഇതുപോലെ നമ്മൾ ബോക്സ് ആക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ആ ഫ്രെയിമിൻ്റെ വശങ്ങളിലെ ആ കാർഡ്ബോർഡിൻ്റെ ആ ഒട്ടിയിലൊന്നും കാണാതിരിക്കാം. നമുക്കത് കളർ പേപ്പർ ഉപയോഗിച്ച് നല്ലോണം ഒട്ടിച്ച് മൂടാൻ പോവാണ് നമ്മളിപ്പോൾ. അതിനായിട്ട് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് പേപ്പർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ വശങ്ങളിൽ എടുത്തിരിക്കുന്ന 2 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ബോക്സ് നമ്മൾ നിർമ്മിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള നൈറ്റ് ലാമ്പ്. ഇനി ഇതിൽ ഉള്ളിലൊരു ബൾബും കൂടി ഇട്ടാൽ സെറ്റായി. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇത് നേരെ നിർത്തുന്നതിന് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് വേണം. അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു PVC പൈപ്പ് മുറിച്ചെടുക്കാൻ പോകണം. അപ്പോൾ ആ PVC പൈപ്പ് നമ്മൾ 3 കാലായിട്ടാണ് നിർമ്മിച്ചെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ മുഴുവനും മുറിച്ചെടുക്കരുത്. അതിൻ്റെ ഒരു ഇച്ചിരി ഭാഗം നിർത്തിയേക്കണം. ഇതുപോലെ ഇപ്പോൾ കാണിച്ചു തരാം. 3 കാല് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കുക. എന്നിട്ട് അകത്താൻ ഇച്ചിരി പാടായിരിക്കും. നമ്മൾ ഇതുപോലെ ചൂടാക്കി കൊടുത്താൽ പെട്ടെന്ന് വരും. ഇനി നമുക്ക് ആ കാലിന് ഉറപ്പ് കിട്ടാൻ ഇതുപോലെ T ഷേപ്പിലൊരു പീസും കൂടെ നടുക്ക് വെച്ചാൽ സെറ്റായി. അതും നമ്മൾ വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്റ്റാൻഡ് നമുക്ക് റെഡിയായി. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ലൈറ്റ് ഇടുന്നതിന് വേണ്ടി ഒരു ഹോൾഡറാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഹോൾഡർ അതിൽ കൃത്യമായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും. അത്ര അളവിൽ തന്നെയുള്ള ഹോൾഡറാണ് നമുക്ക് ഇപ്പോൾ സെറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ വയറൊക്കെ ചെയ്ത് കഴിഞ്ഞു. ശരിക്കും ഫിക്സ് ആക്കി. ഇനി നമുക്ക് ആ ഹോൾഡർ അവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഹോൾഡർ ഫിക്സ് ആക്കി. ഇനി നമുക്ക് ആ ഹോൾഡർ ഫിക്സ് ആക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആ നൈറ്റ് ലാമ്പ് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ബേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ആ ബേസിന് വേണ്ടിയിട്ട് ആ ഹോൾഡറിലാണ് ആ ഹോൾഡറിൻ്റെ ആ പീസിലാണ് നമ്മൾ ബേസ് സെറ്റ് ചെയ്യാൻ പോണത്. അതിനായിട്ട് അതിൻ്റെ ഹോൾഡർ ഊരിയെടുത്തിട്ട് ഇതുപോലെ മുറുക്കി കൊടുക്കുക. ഇനി നമുക്ക് പൈപ്പാന്ന് തോന്നാതിരിക്കാൻ നമ്മൾ ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ബ്ലാക്ക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി ബൾബ് ഇട്ട് നോക്കാം. ഇതുപോലെ കിട്ടും.
നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുള്ള ടെക് വീഡിയോസ്, റിവ്യൂസും ക്രാഫ്റ്റ് വർക്കും കിട്ടാൻ.